ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടോ ഈ കോഫി ഷോപ്പിന്റെ ഓണർ ആയതുകൊണ്ടോ എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടോ ഞാൻ ഗ്ലാമർ ആയതുകൊണ്ടോ പറയുന്നതല്ല. എല്ലാവരും എന്നെ പോലെ ആണോന്നില്ല. പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഈ കല്യാണത്തിന് സമ്മതിക്കണോ? പിന്നല്ലാതെ ഇതൊക്കെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. നിന്റെ കല്യാണം കഴിഞ്ഞാൽ എന്താ ഞാനിവിടെ ഇല്ലേ? ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആൾക്ക് തീരെ ട്രെൻഡ് ഇല്ല. നിന്റെ അത്ര ഇല്ലേലും ഒരു മിനിമം എങ്കിലും വേണ്ടേ? അതൊന്നും സാരമില്ല. ഞാൻ അവന് എന്റെ കുറച്ച് ഗേൾ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. അവരവനെ ട്രെൻഡി ആക്കി എടുത്തു. എന്താ പോരെ? നീ ഇങ്ങനെ ഡെസ്പായിരിക്കല്ലേ, വീട്ടിലേക്കല്ലേ, നമുക്ക് കല്യാണമൊക്കെ അടിച്ചു പൊളിക്കാം. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ തീരുമാനം മാറരുത്. ഈ എലിവിഷം പാഷാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലവ് ഫെയിലിയറിന്റെ കാര്യത്തിൽ വലിയ റോളുള്ളവരാ. അപ്പൊ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ശരി. വീട്ടിൽ കല്യാണത്തിന്റെ തിരക്കൊക്കെ അല്ലേ, പൊക്കോ. ബൈ ടോണി. പിന്നെ കല്യാണത്തിന് ഞങ്ങളൊക്കെ ഉണ്ടാവട്ടാ. ഈശ്വര, നീ ഇതിനൊക്കെ കാണേണ്ട രീതിയിൽ എന്നെ കാണാണ്ടിരുന്നാ മതിയായിരുന്നു. ഓ ജീസസ്. ആ പാവത്തിനെ ഡിലീറ്റ് ചെയ്തല്ലേ? ഒരു വിധത്തില്. നീ ഒരു കോഫി എടുത്തേ. ഈ പ്രാക്കൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും? ഒരാളെ സ്നേഹിക്കുന്ന കുറ്റാണോ? അന്ന് അവക്കത് ആവശ്യമായിരുന്നു. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ അധികം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന തെറ്റാണ്. അതിന് പ്രാക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ചിലക്കാണ്ട് കോഫി എടുക്കും. ആരുടെ ഇത്? ചിഞ്ചു, ബുദ്ധി വളർച്ചയില്ലാത്തൊരു പിഞ്ചു കുഞ്ഞാ. ഇവിടെ എത്തി. ഇതാണോ നിന്റെ ചിഞ്ചു? എന്റെ പിശാശു. ഹായ് ചിഞ്ചു. ഹായ് സാറാ. സാറേ, ആഹാ, ഞങ്ങളൊക്കെ അറിയോ? എല്ലാരും അറിയാം. ആണ്ടേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഷർട്ട് എടുത്തിട്ടപ്പോഴേ വിചാരിച്ചതാ എന്തേലും പണി വരൂ. മര്യാദക്ക് സംസാരിക്കോ ചിഞ്ചു? പോകാൻ തരുന്നില്ലല്ലോ. കോഫി എടുക്കട്ടെ? ഒരു ധൃതിയും ഇല്ല. ടോണി മോൻ പറഞ്ഞ ചെലപ്പം. ഞാൻ പറഞ്ഞാ നീ പോവോ? എനിക്ക് സന്തോഷം. പോ, വേഗം പോ. പോ പോട്ടാ. പോണില്ലേ? പോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ടോണി പറഞ്ഞ ചെലപ്പം ഔട്ടിങ്ങിന് പോകുന്ന കാര്യാ ഉദ്ദേശിച്ചത്. ഔട്ടിങ്? ഇനി എന്താ ഔട്ടാവാൻ? നിന്നെ കണ്ടപ്പോഴേ കംപ്ലീറ്റ് ഔട്ടായി. ഈ ടോണിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ? ചിഞ്ചുന്റെ പുഞ്ചല്ലേ. ഈ ടോണിൽ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇത് കേൾക്കുമ്പോ എനിക്കൊരുമാതിരി ദേഹം മുഴുവൻ പുഴു ഇരിക്കുന്ന പോലെ. അങ്ങനെ കഥാനായികയായി പാലൂട്ടി സുലഭ ഈ കവട സാഹിബിന്റെ വീട്ടിൽ പാല് കൊടുക്കാൻ പോയ ആ രാത്രി. ഒരു ഡൗട്ട് വെച്ചോട്ടെ? നീ ഡൗട്ട് നോക്കി. നമ്മള് തർക്കിക്കണം. നല്ല തർക്കങ്ങൾ ഉണ്ടായാലേ നല്ല തിരക്കഥകൾ ഉണ്ടാവുള്ളൂ. നീ ചോദിക്ക്. പാല് കൊണ്ടുപോയ രാത്രി എന്ന് വെച്ചാ രാത്രിയിലാണോ പാല് കൊണ്ടുവന്നത്? അല്ല, അത് പിന്നെ ഈ ഗ്രാമത്തിലെ പശുക്കളെ രാത്രി കറക്കാറ്. അങ്ങനെ ഒരു പ്രത്യേകതയും പാലൂട്ടിക്കുണ്ട്. അതുപോട്ടെ, കഥയിൽ ചോദ്യമല്ല. അപ്പോഴാണ് നമ്മുടെ വില്ലൻ നായികൻ ആക്രമിക്കാൻ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ നായകൻ, അതായത് ഞാൻ, ആ വീടിന്റെ വാതിൽക്കല് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്. അതെന്തിനാ അത് ചെരിഞ്ഞു നിൽക്കുന്നത്? അത് പിന്നെ നായകന്മാരുടെ ഇൻട്രൊഡക്ഷൻ സീനില് മോളിന്ന് താഴോട്ട് ചാടി ചെരിഞ്ഞു നിൽക്കുന്നതല്ലേ ഫാഷൻ. ദാ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കും. എന്നിട്ട് എന്റെ ഫസ്റ്റ് ഡയലോഗ്, ഞാൻ എന്റെ പേര് പറയും. ഞാൻ കണ്ണൻ, പാലൂട്ടി കണ്ണൻ. ഉടനെ വ്യാജ സാഹിബ്, ഒരു 105 കിലോ ഭാരം, 7 അടി പൊക്കമുള്ള ആള് തിരിച്ചു പറയും, ഞാൻ ജെറോസ, ബ്രേലി ലോപ്പസ് ജെറോസ. ആ പേര് എന്നോട് പറയുന്ന സമയത്ത് ഞാൻ അയാളെ പള്ളക്കിട്ട് കുത്തും. ആ സമയത്ത് അയാൾ എന്റെ കിറുക്കിട്ട് തോണ്ടും. ആ സമയത്ത് ഞാൻ അയാളുടെ താടി തട്ടി അങ്ങാടിയാക്കിയിട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും. ഇങ്ങനെ തുടരുന്ന ഫൈറ്റിന്റെ അവസാനം ഞാൻ അയാളുടെ പേടലി അടിച്ചോടിച്ച് ഇരിക്കുന്ന സ്ഥലത്താണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആനന്ദ് ശശിധരൻ പാലൂട്ടിക്കണ്ണൻ. എങ്ങനെയുണ്ട് എന്റെ കഥയുടെ തുടക്കം? അപ്പൊ സിനിമ തുടങ്ങിയതേ ഉള്ളോ? ഞാൻ വന്ന് ആൾക്കാർക്ക് എങ്ങനെ ത്രസിച്ചിരിക്കുന്ന സീനല്ലേ? നീ ത്രസിച്ചില്ലേ? പിന്നെ ത്രസിച്ചോന്നോ? കുളിര് കോറിപ്പോയി. സത്യത്തിൽ എനിക്ക് വിസിലടിക്കാനാ തോന്നിയത്. താങ്ക് യു പാറു. ഇതൊന്നും കേൾക്കാനും കാണാനും റോച്ചനൊന്നും ഇവിടെ ഇല്ലാണ്ട് പോയതാണല്ലോടാ എന്റെ വിഷമം. നീ വിഷമിക്കണ്ട, അവർ രാത്രി വന്നാ ഞാൻ പറഞ്ഞോളാം. ഓഹോ, അപ്പൊ അവർക്കൊക്കെ ഭാഗ്യമുണ്ടല്ലേ? പിന്നെ അങ്ങനെ കഥ തുടങ്ങണം. സുലഭയും കൊണ്ട്
പാലൂട്ടിക്കണ്ണൻ ഇങ്ങനെ പോകവേ